ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 6 വാക്യം. പുനരുത്ഥാനത്തിന് മുമ്പ് ശിഷ്യന്മാരുടെ ജീവിതം ഭയവും അനിശ്ചിതത്വവും ദുഃഖവും നിറഞ്ഞതായിരുന്നു. അവരുടെ ഗുരുവായ യേശു ക്രൂശിക്കപ്പെട്ടതിനെ അവർ കണ്ടു. അവരുടെ പ്രത്യാശയും അവനോടൊപ്പം അടക്കം ചെയ്യപ്പെട്ടതായി അവർക്ക് തോന്നി. എന്നാൽ അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വാർത്ത എല്ലാം മാറ്റിമറിച്ചു. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്: പുനരുത്ഥാനം നിരാശയെ പ്രത്യാശയാക്കി, ദുർബലതയെ ധൈര്യമാക്കി മാറ്റും. ശൂന്യമായ കല്ലറ പ്രത്യാശയുടെ ഘോഷണമാണ്. ദൈവത്തിൻ്റെ ശക്തി മരണത്തേക്കാൾ വലുതാണെന്നും ഒരു സാഹചര്യവും അവൻ്റെ നിയന്ത്രണത്തിന് പുറത്തല്ലെന്നും ഇത് തെളിയിക്കുന്നു. അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന സത്യത്തിൽ ദൈവവചനത്തിൻ്റെ വിശ്വസ്തത നമ്മൾ കാണുന്നു. മനുഷ്യർ അവസാനമെന്ന് കരുതിയെടുത്ത് ദൈവം പുതിയ തുടക്കം സൃഷ്ടിച്ചു. ശിഷ്യന്മാരുടെ കരച്ചിൽ സാക്ഷ്യമായി മാറി, അവരുടെ ഭയം ദൗത്യമായി മാറി. യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നതിനാൽ നാം ഇനി ഭയത്തിലും പരാജയത്തിലുമല്ല, വിശ്വാസത്തിലും ജയത്തിലും ജീവിക്കാം. പുനരുത്ഥാനം ഒരു സംഭവം മാത്രമല്ല, അതെൻ്റെ ഇന്നത്തെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സത്യമാണ്. ക്രൂശിൻ്റെ നിഴലിൽ തകർന്ന ഹൃദയങ്ങൾ പുനരുത്ഥാനത്തിൻ്റെ പ്രകാശത്തിൽ പൂർണ്ണമായി പുതുക്കപ്പെട്ടു. ശൂന്യമായ കല്ലറ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ലെന്ന ഉറപ്പാണ്. ഇരുണ്ട രാത്രികൾക്ക് എത്ര ദൈർഘ്യമുണ്ടായിരുന്നാലും ദൈവത്തിൻ്റെ പുലരി ഉറപ്പായി എത്തും. ഭയത്തോടെ അടഞ്ഞിരുന്ന വാതിലുകൾ വിശ്വാസത്തിൻ്റെ ധൈര്യത്തോടെ തുറക്കപ്പെട്ടു. സംശയങ്ങളാൽ തളർന്ന മനസ്സുകൾ ദൈവ സാന്നിധ്യത്തിൽ ഉറച്ചു നിന്നു. മരണം അവസാനമല്ല, ദൈവത്തിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ കവാടമാണെന്ന് പുനരുത്ഥാനം പ്രഖ്യാപിക്കുന്നു. ശിഷ്യന്മാരെ പോലെ നമുക്കും പ്രതിസന്ധികളുടെ നടുവിൽ ജീവിക്കുന്ന പ്രത്യാശയായി മാറാം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ജയം എൻ്റെ ദൈനംദിന ജീവിതത്തിനും ശക്തിയും അർത്ഥവും നൽകുന്നു. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സത്യത്തിൽ നാം നിലകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതവും ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും നിരാശയിൽ നിന്നും ജയത്തിലേക്കും യാത്ര ചെയ്യുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എൻ്റെ ഏകാന്തതകളിലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അവൻ്റെ ജീവൻ എന്നിൽ പുതിയ ഉത്സാഹവും ആത്മീയ ഉണർവും സൃഷ്ടിക്കുന്നു. ഇന്നലകളിലെ തോൽവികളിൽ നാളെയുടെ സാക്ഷ്യങ്ങളായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ കൃപ എൻ്റെ എല്ലാ കുറവുകളും നിറവേറ്റുന്നു. പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവേ, നിന്റെ മഹത്വത്തിനും ജയത്തിനും നന്ദി. ശൂന്യമായ കല്ലറയുടെ സത്യത്തിൽ എൻ്റെ വിശ്വാസം ഉറപ്പിക്കണമേ. എൻ്റെ ഹൃദയത്തിലെ ഭയങ്ങളെ നീക്കി ധൈര്യം നൽകണമേ. പ്രത്യാശകളെ നീക്കി ജീവിക്കുന്ന പ്രത്യാശ നൽകണമേ. ഞാൻ അവസാനമെന്ന് കരുതുന്ന ഇടങ്ങളിൽ നീ പുതിയ തുടക്കം ഒരുക്കുന്ന ദൈവമാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കണമേ. എൻ്റെ ജീവിതം നിന്റെ പുനരുത്ഥാന ശക്തിയുടെ സാക്ഷ്യമായി മാറട്ടെ. സംശയങ്ങളിലല്ല, ഉറച്ച വിശ്വാസത്തിൽ നടക്കാൻ എന്നെ സഹായിക്കണമേ. ഓരോ ദിവസവും നിന്റെ ജയത്തിൽ ജീവിപ്പാനും നിന്റെ സ്നേഹം ലോകത്തോട് പങ്കിടാനും എനിക്ക് കൃപ തരണമേ. എൻ്റെ ദുർബലതയിൽ നിന്റെ ശക്തി പരിപൂർണമാക്കണമേ. തളരുമ്പോൾ എന്നെ ഉയർത്തി നിലനിർത്തണമേ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിന്റെ നാമമഹത്വത്തിനായി സമർപ്പിക്കുന്നു. നിരാശയുടെ നിമിഷങ്ങളിൽ നിന്റെ സാന്നിധ്യം ഞാൻ വ്യക്തമായി അനുഭവിക്കുമാറാകട്ടെ. എൻ്റെ കുടുംബത്തെയും സഭയെയും, മുംബൈ ഭദ്രാസനത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും, ഗുജറാത്ത് സെൻറ്ററിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിന്റെ സമാധാനത്തിലും സന്തോഷത്തിലും നിറയ്ക്കണമേ. ഭയത്തെ ജയിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ എന്നെ സഹായിക്കണമേ. നിന്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്നിൽ പുതുജീവൻ നൽകി ഓരോ ദിവസവും പ്രത്യാശയോടെ മുമ്പോട്ട് പോകുവാൻ എന്നെ പ്രാപ്തയാക്കണമേ. എൻ്റെ ഹൃദയം നിന്റെ സമാധാനത്താൽ നിറയട്ടെ. നിന്റെ ഇഷ്ടം മനസ്സിലാക്കി അനുസരിക്കാൻ എനിക്ക് ജ്ഞാനം നൽകണമേ. പ്രയാസങ്ങളുടെ നടുവിലും നിന്നെ സ്തുതിക്കുന്ന ഹൃദയം എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതം പലർക്കും പ്രത്യാശയുടെ പ്രകാശമായി മാറട്ടെ. നിന്റെ കൃപ എന്നെ ദിനംപ്രതി പുതുക്കിക്കൊണ്ടിരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. ദയയോടെ കേട്ടുത്തരമല്ലണമേ. ആമേൻ.